إلا الله والله أكبر الله أكبر ولله الحمد لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله لا إله إلا الله والله أكبر. وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സന്തോഷകരമായ ഈ സുദിനത്തിൻ്റെ സന്തോഷകരമായ ഈ അവസരത്തിലെ നിറഞ്ഞ മനസ്സും സമാധാനവും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിലും സർവശക്തനായ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട്, അവനെ ഭയപ്പെട്ടുകൊണ്ട്, അവൻ്റെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പരമാവധി സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിനെ സ്തുതിക്കാൻ നമ്മൾ ഓരോരുത്തരും അർഹരാണ്. ഒരു മാസക്കാലം വളരെ സന്തോഷത്തോടുകൂടി ഒരു നല്ല അനുഭവമായി വിശുദ്ധ റമദാനിലെ നമ്മൾ കഴിച്ചുകൂട്ടി. ഇന്ന് ഈ ഒരു ഈദ്ഗാഹിൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട്, അള്ളാഹുവിനെ തക്ബീർ മുഴക്കിക്കൊണ്ട് ഇവിടെ ഈ സമാധാനത്തോടുകൂടി ഇവിടെ ഇരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു തൗഫീഖ് നൽകി എന്നുള്ളത് വല്ലാത്തൊരു ഭാഗ്യവും അള്ളാഹു നമുക്ക് നൽകിയ വല്ലാത്തൊരു അനുഗ്രഹവുമാണ്. അതുകൊണ്ടാണ് റമദാനിലെ നോമ്പിനെ സംബന്ധിച്ച് വിശദീകരിച്ച് ആ ആയത്ത് അവസാനിപ്പിക്കുന്നിടത്ത് പറഞ്ഞു, വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. നിങ്ങൾക്ക് ഒരു മാസക്കാലമുള്ള നോമ്പ് എണ്ണം പൂർത്തിയാക്കി ആ നോമ്പ് മുഴുവൻ നോൽക്കുകയും വലിതുകബ്ബിറുല്ലാഹ, അല്ലാഹുവിനെ നിങ്ങൾ തക്ബീർ ചൊല്ലുകയും ചെയ്യാൻ വേണ്ടിയാണ്. അലാ മാ ഹദാകും, ഈ ഒരു വഴിയിൽ നിങ്ങളെ സന്മാർഗത്തിൽ അള്ളാഹു ആക്കി എന്നുള്ളതും ഒരു മാസക്കാലം സന്തോഷപൂർവ്വം ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി എന്നതിനും അള്ളാഹുവിനെ നമ്മൾ വാഴ്ത്തുകയും പുകഴ്ത്തുകയും പ്രശംസിക്കുകയും ചെയ്യുക. അതാണ് ഇന്നലെ മാസപ്പിറവി കണ്ടത് മുതൽ ഇന്ന് ഇവിടെ എത്തുന്നത് വരെ നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അത് നമ്മളുടെ ഒരു സന്തോഷ പ്രകടനമാണ്. നമുക്ക് സന്തോഷമുണ്ടാകുമ്പോൾ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ്, അല്ലാഹുവേ നീ വലിയവനാണ്, നിനക്കാണ് സർവസ്തുതിയും, നീ മാത്രമാണ് ആരാധനക്കർഹനുള്ളവൻ എന്ന് പ്രഖ്യാപിക്കുന്ന നമ്മളുടെ സന്തോഷ പ്രകടനമാണ് സഹോദരന്മാരെ നമുക്കിപ്പോഴുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിസ്വാഇമി ഫർഹത്താനി, നോമ്പ് നോറ്റ ഒരാൾക്ക് രണ്ട് സന്തോഷമാണുള്ളത്.
യഫ്റഹുഹുമ, ആ രണ്ട് സന്തോഷത്തിലും അവൻ ആനന്ദം കണ്ടെത്തുകയും വല്ലാത്തൊരു അനുഭൂതിയും സമാധാനവും സന്തോഷവും നോമ്പുകാരന് മാത്രം കിട്ടുന്ന രണ്ട് അനുഭൂതികളാണ്. ഒന്ന്, ഇദാ അഫ്തറ ഫരിഹ, ഓരോ നോമ്പും അവസാനിക്കുമ്പോൾ അവനുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ഓരോ നോമ്പും ഇഫ്താർ, ഓരോ നോമ്പും തുറക്കുമ്പോൾ ഒരു നോമ്പുകാരനുണ്ടാകുന്ന ഒരു സമാധാനവും ഒരു സന്തോഷവുമുണ്ട്. ഇന്നലെ ഒരു മാസക്കാലത്തെ നോമ്പ് തീർത്തും അവസാനിച്ച് മാസപ്പിറവി കണ്ടു എന്ന പ്രഖ്യാപനം വന്നപ്പോൾ നോമ്പുകാരെല്ലാവർക്കും ഉണ്ടായ ഒരു സമാധാനം, ഒരു സന്തോഷമുണ്ട്. റബ്ബേ, ഒരു മാസം നോമ്പ് നോൽക്കാൻ വലിയ പ്രയാസമൊന്നുമില്ലാതെ, ശരീരത്തിന് ആവതോടുകൂടി വലിയ വിഷമവും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഈ ഒരു മാസക്കാലം നോമ്പ് നോൽക്കാൻ എനിക്ക് നീ തൗഫീഖ് നൽകല്ല റബ്ബേ എന്നൊരു സമാധാനവും സന്തോഷവും. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിൻ്റെ മനസ്സ്, ഒരു വിശ്വാസിയുടെ മനസ്സ് വല്ലാതെ ആഹ്ലാദപ്പെടുകയും സന്തോഷിക്കുകയും അള്ളാഹുവിനോട് കൂടുതൽ ശുക്ർ രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സമയമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സമയം. ഇവിടെ നമ്മൾ ഓരോരുത്തരും നമ്മെക്കുറിച്ച് സ്വയം വിലയിരുത്തുകയും നമുക്ക് നമ്മളെപ്പറ്റി മനസ്സിലാക്കുകയും ഞാൻ വിചാരിച്ചാൽ എന്തും സാധിക്കുമെന്ന് ബോധ്യപ്പെടുകയും ചെയ്ത ഒരു മാസം കഴിഞ്ഞിട്ടാണ് സഹോദരന്മാരെ നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഒരു മാസക്കാലം ഞാൻ വിചാരിച്ച് വൈകുന്നേരം വരെ ഭക്ഷണമില്ല, വെള്ളമില്ല, എൻ്റെ സ്വഭാവം, എൻ്റെ പെരുമാറ്റം, എൻ്റെ സംസ്കാരം, ആൾക്കാരുമായിട്ടുള്ള ഇടപഴകലുകൾ, ദീനിനോടുള്ള എൻ്റെ താല്പര്യം, റബ്ബിനോടുള്ള എൻ്റെ ബന്ധം, ഖുർആനുമായിട്ടുള്ള എൻ്റെ ബന്ധം, പള്ളിയുമായിട്ടുള്ള എൻ്റെ ബന്ധം എല്ലാം ഞാൻ വിചാരിച്ചപ്പോൾ എനിക്ക് സാധിച്ചു. നമ്മൾ ഓരോരുത്തരും വിചാരിച്ചപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അത് കഴിഞ്ഞു. നമ്മൾ എത്രമാത്രം മാന്യമായിട്ടാണ് വീട്ടിൽ പെരുമാറിയത്, നമ്മളെ കുടുംബങ്ങളിൽ ഭാര്യമാരോട്, മക്കളോട്, ഭർത്താവിനോട്, വീട്ടിലുള്ള ആൾക്കാരോട്, സുഹൃത്തുക്കളോടൊക്കെ എത്രമാത്രം നല്ല രീതിയിൽ മാന്യമായി പെരുമാറാനും സംസാരിക്കാനും ഇടപഴകാനും വല്ലാത്ത ഒരു മാറ്റം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ഇത് നമുക്ക് സാധ്യമാകുമെന്നും എനിക്കതിന് കഴിയുമെന്ന് ബോധ്യപ്പെടുകയും നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ തെളിയിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു സന്ദർഭമാണ് യഥാർത്ഥത്തിൽ ഇത്. യഥാർത്ഥത്തിൽ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ സമയത്ത് നമ്മളിൽ നിന്നും ഏറ്റവും കൂടുതൽ ഉയരേണ്ട ഒരു പ്രാർത്ഥന, റബ്ബേ ഇത് നിലനിർത്തി തരുകയും നീ ഇത് കബൂൽ ചെയ്യുകയും ചെയ്യണമെന്ന് റബ്ബേ എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഉപ്പയും മകനോടും അള്ളാഹു കൽപ്പിച്ചതാണ് കഅബ ഉണ്ടാക്കാൻ. അള്ളാഹു അവരോട് പറഞ്ഞതാണ്. വെറുതെ തോന്നിയത് കൊണ്ടോ നമ്മളൊരു കഅബ ഉണ്ടാക്കാന്ന് തീരുമാനിച്ചത് കൊണ്ടല്ല. റബ്ബിന്റെ കൽപ്പന നിറവേറ്റി കഅബ പണിതുയർത്തി അവസാനം അവർ റബ്ബിലേക്ക് കൈയുയർത്തുകയാണ്. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇത് ഞങ്ങളിൽ നിന്ന് നീ ഖബൂൽ ചെയ്യണമേ റബ്ബേ. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ നോമ്പുകൾ, നമ്മുടെ തറാവീഹ് നമസ്കാരങ്ങൾ, നമ്മുടെ ഖുർആൻ പാരായണങ്ങൾ, നമ്മുടെ ദാനധർമ്മങ്ങൾ, നമ്മുടെ നിർവഹിച്ച എല്ലാ സൽക്കർമ്മങ്ങളും റബ്ബന തഖബ്ബൽ മിന്ന, റബ്ബേ ഞങ്ങളിൽ നിന്നും നീ സ്വീകരിക്കണമേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒന്നാമത്തെ സന്ദർഭമാണിത്. രണ്ടാമത്തേത്, ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന വിശ്വാസപരമായ ഈമാനികമായ ഒരു പ്രത്യേകമായ ഉണർവിൽ നിന്ന് നമ്മൾ നന്നായിട്ട് 100% ചാർജ് ചെയ്ത് നല്ല കംപ്ലീറ്റ് 100% ചാർജഡായി നമ്മളിങ്ങനെ വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കേണ്ടത്, റബ്ബന ലാ തുസിഇ ഖുലൂബന ബഅദ ഇദ് ഹദൈതന. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളിപ്പോൾ നല്ലൊരു വഴിയിലാണ്, ഞങ്ങൾ സന്മാർഗത്തിലാണ്, നിന്റെ ഹിദായത്തിലാണ്, നേരായ ജീവിതം നയിച്ച് മനസ്സ് പാപപങ്കിലമല്ലാത്തൊരവസ്ഥയിലൂടെ നിഷ്കളങ്കമായി തെറ്റുകൾ മുഴുവൻ നിന്നോട് കരഞ്ഞു പറഞ്ഞ് എല്ലാം പുറത്ത് എല്ലാ ജീവിതത്തിലെല്ലാം ഞങ്ങൾ തീർത്ത് ഞങ്ങളുടെ സമ്പത്തിൻ്റെ ശുദ്ധീകരണം നടത്തി, നോമ്പിൽ പാകപ്പിഴവുകൾ ഉണ്ടെങ്കിൽ ഫിത്ർ സക്കാത്തിലൂടെ അതും ഞങ്ങൾ ശുദ്ധീകരിച്ച് വിമലീകരിച്ച ഒരു മനസ്സും ശരീരവും ഒരു ഈമാനുമായി ഞങ്ങളിവിടെ ഈ ഈദ്ഗാഹിൽ വന്നു നിൽക്കുമ്പോൾ റബ്ബനാ ലാ തുസിഇ ഖുലൂബന, ഇനി ഞങ്ങളുടെ മനസ്സുകളെ നീ മാറ്റല്ലേ റബ്ബേ. ബഅദ ഇദ് ഹദൈതന, നിന്റെ ജീവിതത്തിൽ, നിന്റെ മാർഗത്തിൽ, നിന്റെ ഹിദായത്തിൽ ഉറച്ചു നിന്ന ഞങ്ങളുടെ മനസ്സിനെ തെറ്റിപ്പിക്കില്ല റബ്ബേ എന്ന് പ്രാർത്ഥിക്കേണ്ടത്. റഹ്മാന റബ്ബേ, നിന്നിൽ നിന്ന് നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് നീ സമ്മാനമായി വാരിക്കൊരിഞ്ഞ് നൽകണമേ. ഇന്നക അൻതൽ വഹാബ്, നീ ഇഷ്ടം പോലെ സമ്മാനം കൊടുക്കുന്ന, വിശ്വാസികൾക്ക് ധാരാളമായി റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കുന്ന റബ്ബേ, നിന്റെ റഹ്മത്ത് നീ ഞങ്ങൾക്ക് ചൊരിയണമേ എന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ട സന്തോഷകരമായ ഒരവസ്ഥയാണ്.
സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ പലരും ഇന്ന് ഗൾഫിലേക്ക് മെസ്സേജ് അയച്ചവരുണ്ടാവും, വാട്സപ്പ് കോൾ ചെയ്തവരുണ്ടാവും. ഗൾഫിലുള്ള നമ്മുടെ പല സുഹൃത്തുക്കളും, പലരുടെയും മക്കൾ ഗൾഫ് നാടുകളിലാണുള്ളത്, പലരുടെയും ഭർത്താക്കന്മാർ ഗൾഫിലാണുള്ളത്, നമ്മളെ പലരുമായി ബന്ധപ്പെട്ട ആൾ ഗൾഫിലാണുള്ളത്. ഗൾഫ് വളരെ സന്തോഷമാണ്, സമാധാനമാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ ജീവിക്കേണ്ടത്. അല്ലലുകളും അലട്ടലുകളും പ്രയാസങ്ങളും ഇല്ലാത്ത ഒരു രാജ്യം എന്ന നിലക്കാണ് ഗൾഫിനെ എല്ലാവരും കാണുന്നത്. പക്ഷേ ഇന്ന് പശ്ചിമേഷ്യ മുഴുവൻ, GCC നാടുകൾ മുഴുവൻ ഓരോ ദിവസവും ഓരോ നേരവും അവർ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഭീതിജനകമായ അവസ്ഥകളാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ അവർ നമുക്കിങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നു. പലരും ഈദ്ഗാഹിന് പോകാൻ, ഇന്ന് അവർ ഈദ്ഗാഹിന് പോകാൻ അവർക്ക് ധൈര്യമില്ല. ചിലപ്പോൾ പൊട്ടിയാലോ എന്ന ബേജാറോടുകൂടി ഏത് സമയവും ഏത് നിമിഷവും ബേജാറോടുകൂടി ജീവിക്കുന്ന വല്ലാത്തൊരു സാഹചര്യം. നമ്മളിവിടെ ഇന്ത്യ മഹാരാജ്യം വളരെ സ്വസ്ഥമായി എല്ലാ മതസ്ഥരും എല്ലാ വിഭാഗം ആൾക്കാരും എന്തെല്ലാം അഭിപ്രായങ്ങളുണ്ടെങ്കിലും നമ്മുടെ രാജ്യം, നമ്മുടെ നാട് സമാധാനത്തോടു കൂടി നമ്മൾ ജീവിക്കുകയാണ്. ഇത് തന്നെയാണ് നമ്മുടെ പള്ളികളിലും നടക്കുന്നത്. പള്ളിയിൽ നടക്കുന്ന പ്രാർത്ഥനകൾ, പള്ളിയിലെ നമസ്കാരങ്ങൾ, അത് ജനങ്ങൾ കാണുന്നില്ല, ജനങ്ങൾ അറിയുന്നില്ല. പക്ഷേ പെരുന്നാളിൽ നമ്മളൊരു മൈതാനത്ത്, ഒരു പറമ്പിൽ വന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങൾ അതേപോലെ ഇവിടെ ആവർത്തിക്കുമ്പോൾ ഈ ഒരു സന്ദേശവും ഈ ഒരു പ്രസംഗവും ഇവിടെ നടക്കുന്ന നമസ്കാരങ്ങളുമൊക്കെ പൊതുജനങ്ങൾ കാണുമ്പോൾ ഇതാണ് നമസ്കാരം, ഇതാണ് മുസ്ലിംകളുടെ ആരാധന, ഇതാണ് പെരുന്നാൾ, ഇതാണ് അവിടുത്തെ പ്രഭാഷണങ്ങൾ എന്ന് മറ്റുള്ളവർ അറിയുകയും ചെയ്യുമ്പോൾ ഇസ്ലാം എന്നത് സമാധാനമാണെന്നും ഇസ്ലാമിൻ്റെ നമസ്കാരവും ഇസ്ലാമിൻ്റെ ആരാധനകളും ഇസ്ലാമിൻ്റെ പ്രഭാഷണങ്ങളും പള്ളിയിൽ നടക്കുന്ന എല്ലാ കർമ്മങ്ങളും ആർക്കും ഏത് സമയവും എപ്പോഴും വന്ന് കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും എന്താണെന്ന് ഉൾക്കൊള്ളുവാനും പറ്റുന്ന വളരെ സുതാര്യമാണ് ഇസ്ലാം എന്നും അത് ജനങ്ങളോട് സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, ഐക്യത്തിൻ്റെ സന്ദേശമാണ് ജനങ്ങളോട് പ്രഭാഷണം ചെയ്യുന്നത് എന്നും പഠിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ പെരുന്നാളിലൂടെ നമ്മൾ ജനങ്ങളോട് നൽകുന്ന സന്ദേശം. ഇസ്ലാം അത് സമാധാനമാണ്. ലോകത്ത് സമാധാനം ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന മതമാണ് ഇസ്ലാം. ആ ഇസ്ലാമിൻ്റെ വക്താക്കളാകേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ മുസ്ലിങ്ങൾ അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ ആചാരങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ, മുസ്ലിം പണ്ഡിതന്മാരും മുസ്ലിം പുരോഹിതന്മാരും മുസ്ലിങ്ങളും ഒക്കെ തന്നെ ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ വെക്കുന്ന രീതിയിൽ റമദാൻ മാസത്തിൽ പോലും ഇസ്ലാമിനെതിരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ഉമ്മത്തിൻ്റെ പരിതാപകരമായ അവസ്ഥയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ തന്നെ പ്രവചിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൂഷിക്കുൽ ഉമ്മമു അൻ തദാഅ അലൈക്കും കമാ തദാഅൽ അക്ലതു ഇലാ ഖസ്വതിഹാ. എൻ്റെ സമുദായത്തിന് നേരെ മറ്റു സമുദായങ്ങൾ ഭക്ഷണത്തളികയിലേക്ക് കൊതിയന്മാരായ ആർത്ത ആൾക്കാർ ഭക്ഷണത്തളികയിൽ നിന്നും ഭക്ഷണം കൊത്തിവലിക്കുന്നത് പോലെ എൻ്റെ സമുദായത്തെ നാനാഭാഗത്തു നിന്നും മറ്റുള്ളവർ കൊത്തിവലിച്ചുകൊണ്ടിരിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരാനിരിക്കുന്ന മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് നേരത്തെ പ്രവചിച്ചു. അപ്പൊ കേട്ടുനിന്ന ഒരു സഹാബി ചോദിച്ചു, വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്, ഞങ്ങളന്ന് ന്യൂനപക്ഷമായതുകൊണ്ടായിരിക്കുമോ പ്രവാചകരെ ഇത്രമാത്രം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പ്രതിക്കൂട്ടിൽ കയറ്റുകയും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഏതർത്ഥത്തിലും തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതുകൊണ്ടായിരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ബൽ അൻതും യൗമഇദിൻ കസീർ. അല്ല, നിങ്ങളന്ന് മഹാഭൂരിഭാഗം ഉണ്ടാകും. ധാരാളം പള്ളികൾ, ഇസ്ലാമിക കേന്ദ്രങ്ങൾ, ഇസ്ലാമിക പ്രഭാഷണങ്ങൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ, ഇസ്ലാമികമായ ഭവനങ്ങളെല്ലാം മുസ്ലിങ്ങൾ മഹാഭൂരിപക്ഷം ഉണ്ടാകും. വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ. പക്ഷെ നിങ്ങൾ വിശ്വാസപരമായി, സാംസ്കാരികമായി, ധാർമ്മികമായി അധപ്പതിച്ചൊരു സമുദായം മാറാൻ പോവുകയാണ്. ഗുസാഉൻ കഗുസാഇസ് സൈൽ. മഴവെള്ളപ്പാച്ചിലിൽ വരുന്ന ചപ്പു ചവറുകളെ പോലെ, ചണ്ടികളെ പോലെ ഒന്നിനും പറ്റാത്തൊരു സമുദായമായി നിങ്ങൾ മാറും. വിശ്വാസപരമായി തകർന്നടിഞ്ഞ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അള്ളാഹുവിനെ മാത്രം തവക്കുൽ ചെയ്യുകയും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുകയും ചെയ്യേണ്ട ഒരു സമുദായം, മുസ്ലിം സമുദായം ജീവിച്ചിരിക്കുന്ന മഹാന്മാരുടെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യുകയും അവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അവരോട് ആരാധിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെത്തും. മുസ്ലിം ഉമ്മത്ത്, മുസ്ലിം ചെറുപ്പക്കാർ അവർ സാംസ്കാരികമായി അധപ്പതിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകും. നമ്മുടെ ചെറുപ്പക്കാരെ ഈ ഒരു മാസക്കാലം, റമദാൻ മാസം, ഓരോ കൊല്ലത്തിലും ഓരോ പുതിയ പുതിയ ട്രെൻഡാണ്.
ചെറുപ്പക്കാർ ട്രെൻഡിന്റെ പിന്നാലെയാണ് ഇപ്പോൾ. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്നാണ്. ഇഫ്താർ പാർട്ടികൾ നമ്മുടെ നാട്ടിൽ മുഴുവൻ ഇക്കൊല്ലത്തെ ഇഫ്താർ പാർട്ടികൾ കണ്ടു. അടുത്ത കൊല്ലം ഇനി എന്താണ് നമ്മൾ കാണാൻ പോകുന്നതെന്ന് അറിയില്ല. സുന്നത്തായ പ്രതിഫലം കിട്ടുന്ന, കൂലി കിട്ടുന്ന, വളരെ പ്രതിഫലാർഹമായ ഇഫ്താർ പാർട്ടികൾ, അതും ഒരു സാംസ്കാരിക പരിപാടിയായി കൾച്ചറില്ലാത്ത കൾച്ചറൽ പ്രോഗ്രാമായി മാറുകയും എന്നിട്ട് ചെറുപ്പക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും ബാച്ചായിട്ട് രാത്രി 12 മണി 1 മണി വരെ തറാവീഹില്ല, ഇശാ നമസ്കാരമില്ല, ഒന്നുമില്ല, ഇത്തിക്കാഫോ ദിക്റോ ദുആ ഖുർആൻ പാരായണമൊന്നുമില്ലാതെ ഇഫ്താർ പാർട്ടി എന്ന പേരിൽ അഴിഞ്ഞാടി നമ്മുടെ സംസ്കാരം നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമുദായം പോയി. ചെറുപ്പക്കാർ ഞാൻ പറഞ്ഞല്ലോ ട്രെൻഡിന്റെ പിന്നാലെ പോവുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇസ്ലാം എന്ന് പറയുന്ന മതം, വിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ ദീൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം, ദീൻ എന്ത് പറഞ്ഞു എന്ന് നോക്കണം. അല്ലാതെ റീൽ എന്ത് പറഞ്ഞു എന്നല്ല. ഞാൻ റീലിൽ കണ്ടത് അങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ നോക്കിയപ്പോൾ ജെമിനി എന്നോട് അങ്ങനെയാണ് പറഞ്ഞത്, AI ടൂൾ നോക്കി ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെയാണ് കിട്ടിയെന്നാണ്. അങ്ങനെ AI നോക്കി ജെമിനി നോക്കാനല്ല സഹോദരന്മാരെ, ചെറുപ്പക്കാരെ പറഞ്ഞത് നിങ്ങൾ ഖുർആൻ പഠിക്കണം, നിങ്ങൾ ദീൻ പഠിക്കണം. ഇപ്പോൾ ചെറുപ്പക്കാരുടെ ഏറ്റവും വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് റിലീജിയൻ എന്നുള്ളത്. റിലീജിയൻ എന്നായിരുന്നു നമ്മളൊക്കെ കേട്ടിരുന്നത്. നമ്മുടെ മതം, നമ്മുടെ സംസ്കാരം, നമ്മുടെ വിശ്വാസം, അതിന് പറയുന്ന പേരാണ് റിലീജിയൻ. എന്നാൽ റിലീജിയൻ അല്ല ഇപ്പൊ കുട്ടികൾ നോക്കുന്നത്, അവർ റിലീജിയനാണ്. റീൽ എന്താണോ പറയുന്നത് അതാണ് അവരുടെ റിലീജിയൻ. അങ്ങനെ റിലീജിയൻ എന്നൊരു പുതിയ പദം പോലും ഇംഗ്ലീഷിലേക്ക് പുതിയ ഒരു ടെക്നിക്കൽ ടേം ആയിട്ട് പ്രയോഗിക്കാൻ മാത്രം റീൽ എന്താണോ പറയുന്നത് അത് അവരുടെ വിശ്വാസവും ആചാരവുമായിട്ട് മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമുദായം മാറിപ്പോയി. ഈ ഒരു അവസ്ഥയാണ് നമ്മൾ പോകുന്നതെങ്കിൽ അള്ളാഹു വീണ്ടും നമ്മളെ പരീക്ഷിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പെരുന്നാൾ നമുക്ക് സ്നേഹം പങ്കിടാനുള്ളതാണ്. കുടുംബക്കാരെ പരസ്പരം ആഹ്ലാദങ്ങൾ പങ്കിടുകയും പരസ്പരം സ്നേഹം പങ്കിടുകയും തെറ്റി നിൽക്കാതെ പ്രയാസങ്ങളില്ലാതെ കേടും കിബറും അസൂയയും വിദ്വേഷവും ഒരു തരത്തിലുള്ള വിദ്വേഷവും ഇല്ലാതെ മനസ്സ് തുറന്ന് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സംഘടനാപരമായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, ആദർശപരമായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, പാർട്ടിപരമായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ മനുഷ്യന്മാർ ഒന്നാണെന്ന നിലക്ക് യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, അല്ലയോ മനുഷ്യരെ നിങ്ങളെല്ലാവരും ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണെന്ന നിലക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാനും എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരോടും സലാം പറയാനും എല്ലാവർക്കും കൈകൊടുക്കുവാനും എല്ലാവരെയും ആശ്ലേഷിക്കുവാനുമുള്ള ഒരു മനസ്സ് പെരുന്നാൾ ആഘോഷിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. നമുക്കാരോടും ഒരു വിദ്വേഷമില്ല, നമുക്കാരോടും ഒരു വെറുപ്പുമില്ല. ആദർശപരമായ സംഘടനാപരമായ വ്യത്യാസങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷെ എല്ലാവരെയും സുഹൃത്തുക്കളായി സഹോദരങ്ങളായി കാണാനും സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ സ്നേഹം പങ്കിട്ട് സാഹോദര്യങ്ങൾ പങ്കിട്ട് കുടുംബ ബന്ധങ്ങൾ കൂട്ടിയുറപ്പിക്കുവാൻ ഈ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ നേരത്തെ പറഞ്ഞ നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികൾ കുടുംബാംഗങ്ങളുടെ ഗ്രൂപ്പുകളിൽ പോലും അവരൊന്ന് തുറന്നു നോക്കുകയോ അതിൽ വരുന്ന മെസ്സേജുകളൊന്ന് കാണുകയോ പോലും ചെയ്യാതെ അവർ സോഷ്യൽ മീഡിയയുടെ ലോകത്താണ്. ഇൻസ്റ്റഗ്രാമിൽ ഇത്ര ഫോളോവേഴ്സ്, ഇത്ര ആൾ എനിക്ക് ഫോളോ ചെയ്തു, ഇത്രയാൾ ലൈക്ക് ചെയ്തു. എൻ്റെ സുഹൃത്തുക്കൾ മുഴുവൻ എവിടെയോ ഉള്ള സുഹൃത്തുക്കളാണ്. എൻ്റെ കുടുംബക്കാർ, എൻ്റെ അമ്മാവന്മാർ, എൻ്റെ ഏറ്റവും അടുത്ത രക്തബന്ധുക്കൾ, അവരാരെയും എനിക്കറിയുന്നില്ല. അവരോട് ഞാനൊരു സലാം പറയുന്നില്ല, അവർക്ക് ഞാനൊരു ഈദ്ഗാഹ് അയക്കുന്നില്ല, അവർക്ക് ഞാനൊരു മെസ്സേജ് അയക്കുന്നില്ല. കാരണം അവരൊന്നും ഞാൻ അറിയുന്നില്ല, അവരാരും എന്നെയും അറിയില്ല. സഹോദരന്മാരെ, സഹോദരിമാരെ, പെരുന്നാൾ കുടുംബബന്ധം പുലർത്തുവാൻ, കുടുംബബന്ധം ഊട്ടിയുറപ്പിക്കുവാൻ, കുടുംബങ്ങളിലേക്ക് പോകുവാനുള്ള ഏറ്റവും നല്ല അവസരമായി നമ്മൾ കാണേണ്ടതുണ്ട്. പെരുന്നാൾ അടിച്ചു പൊളിക്കാനുള്ളതല്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തകൂനു കല്ലതി നഖദത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. ഒരു മക്കയിലുണ്ടായിരുന്ന ഭ്രാന്തിയായ ഒരു പെണ്ണ്, ആ പെണ്ണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ കയറ് പിരിച്ച് ബലമുള്ള ശക്തമായ ഒരു കയറാക്കി വൈകുന്നേരം ആ കയർ ഓരോന്നും ഉടച്ചു കളഞ്ഞ് നൂലാക്കി വേർപെടുത്തുന്ന നമ്മുടെ മലമുകളിലേക്ക് കല്ലുയർത്തിക്കൊണ്ടുപോയി താഴോട്ട് ഉരുട്ടി
കൈപൊട്ടിച്ചിരിക്കുന്ന ഭ്രാന്തനെ പോലെയുള്ള ഒരു ഭ്രാന്തിയായ പെണ്ണുണ്ടായിരുന്നു മക്കയിൽ. അതേപോലെ നിങ്ങൾ ആകരുത്. ഒരു മാസക്കാലം നമ്മൾ നേടിയെടുത്ത ഈ ഈമാനികമായ ഈ ആവേശം, ഈ തഖ്വ, ഈ ഭയഭക്തി ഇന്നത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് ടൂറ് പോയി അടിച്ചു പൊളിച്ച് തകർത്ത് എല്ലാം തകർത്ത് കളയുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. നമ്മുടെ കേരളത്തിൽ 3 പ്രധാനപ്പെട്ട ആഘോഷങ്ങളുടെ പിറ്റേ ദിവസത്തെ ബിവറേജസ് കോർപ്പറേഷന്റെ കണക്ക് ഏറ്റവും കൂടുതൽ മദ്യവിൽപ്പന നടക്കുന്നത് 3 ആഘോഷങ്ങളുടെ അന്നും തുടർന്നുള്ള 1-2 ദിവസങ്ങളിലുമാണെന്ന് പറയുമ്പോൾ ആരാണിത് കുടിച്ചു തീർക്കുന്നത്? ആരാണിത് ആഘോഷിക്കുന്നത്? എവിടെയാണ് ഈ ടൂറ് പോകാൻ ഇപ്പൊ തന്നെ ചെറുപ്പക്കാർ ഗ്രൂപ്പിൽ ഏതൊക്കെ വണ്ടി ബുക്ക് ചെയ്ത് എവിടെയൊക്കെ പോകണം, എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനമാക്കി കഴിഞ്ഞു. സഹോദരങ്ങളെ, ഇത് പെരുന്നാളാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ഇന്നൊരു ജുമഴ കൂടിയുണ്ട്. ഇന്ന് ജുമഴക്ക് വരൽ ഹറാമാണെന്നും ജുമഴക്ക് വന്നാൽ കുറ്റം കിട്ടുമെന്നും ഒരാളും ജുമഴക്ക് വരാൻ പാടില്ലെന്നും ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വളരെ വിദൂര സ്ഥലത്ത് മൈലുകൾ താണ്ടി മലമ്പാതകൾ താണ്ടി നടന്നു വന്ന് പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് ഒളുഹിയത്തിന്റെ ബലിയറുത്ത് അതിന്റെ മാംസം വീടുകളിൽ കൊണ്ടുപോയി അത് പാകം ചെയ്ത് ഭക്ഷണം കഴിച്ച് പിന്നെ അത്രയും ദൂരം നടന്നു വന്ന് ജുമയിൽ പങ്കെടുക്കാൻ പ്രയാസമുള്ളവർ ഞങ്ങൾ വരണോ പ്രവാചകൻ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ വരേണ്ടതില്ല, ഞങ്ങൾ ഏതായിരുന്നാലും ഇവിടെ ജുമ ഉണ്ടാകും, എല്ലാവരും ഇവിടെ ഞങ്ങളെല്ലാവരോട് പങ്കെടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ അതിൽ നിന്നും നമ്മൾ എന്ത് മനസ്സിലാക്കണമെന്നും ഞാൻ എന്ത് തീരുമാനമെടുക്കണമെന്നും നമ്മൾ ഓരോരുത്തരുമാണ് തീരുമാനമെടുക്കേണ്ടത്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പരീക്ഷണം എവിടെയാണ് എപ്പോഴാണ് നമുക്ക് വരിക എന്നറിയില്ല. ഓരോ പെരുന്നാളിനും ടൂറ് പോകുന്ന എത്ര വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ട് ചെറുപ്പക്കാർ മരണമടയുന്നത് നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട്. എത്ര ചെറുപ്പക്കാരാണ് വെള്ളത്തിൽ പോയി മുങ്ങി മരിക്കുന്ന കഥകൾ, സംഭവങ്ങൾ നമ്മൾ പിറ്റേ ദിവസം പത്രങ്ങളിൽ നമ്മൾ വായിക്കാറുണ്ട്. അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഈ സന്തോഷത്തിന്റെ അവസരം നിലനിർത്തുവാനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാനും പരിധി വിട്ടുള്ള ആഘോഷങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുവാനും ഇനിയുള്ള ഒരു 6 ദിവസവും ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള സുന്നത്ത് നോമ്പുകളിലൂടെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനുമാണ് നമ്മൾ ഈ സമയം ഉപയോഗപ്പെടുത്തേണ്ടത്. നമ്മൾ നിർവഹിച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, നമ്മൾ നിർവഹിച്ച ദാനധർമ്മങ്ങൾ, നമ്മുടെ പള്ളിയിൽ ഒരു മാസക്കാലം എത്രായിരം രൂപയാണ് നമ്മൾ വിവിധ ഭാഗങ്ങളിലേക്ക് കൊടുത്ത് ചെലവഴിച്ചത് എന്ന് നമുക്ക് തന്നെ അറിയില്ല. എത്രമാത്രം സമ്പത്ത്, എത്രമാത്രം സംഭാവനകൾ, ഏതെല്ലാം പള്ളികൾക്ക്, ഏതെല്ലാം സ്ഥാപനങ്ങൾക്ക്, എത്രമാത്രം പ്രയാസപ്പെടുന്ന ആൾക്കാർക്ക് നമ്മുടെ ഒരു പള്ളിയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ നമ്മൾ സംഭാവനയായി കൊടുത്തെങ്കിൽ കേരളത്തിലെ 10,000-കണക്കിന് വരുന്ന മുസ്ലിം പള്ളികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് ദാനധർമ്മയായി, സദഖയായി, സംഭാവനയായി പാവങ്ങളെ സഹായിക്കാൻ, പള്ളികൾ ഉണ്ടാക്കാൻ, പട്ടിണി കിടക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അവസാനിപ്പിക്കാറായിട്ടില്ല. നമുക്ക് ഇനിയും പാവങ്ങളെ സഹായിക്കേണ്ടതുണ്ട്. നമ്മൾ ഇനിയും ദാനധർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എത്ര കൊടുത്താലും ഒരിക്കലും നമ്മളിൽ നിന്ന് തീർന്നു പോകാത്ത സമ്പത്ത് അള്ളാഹു ഇരട്ടിയായി നമുക്ക് നൽകുകയും നമ്മൾ നിർവഹിച്ചത് മുഴുവൻ അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മൾ കണ്ടതാണ് നമ്മുടെ ഈലാഫിന്റെ വളണ്ടിയർമാർ, നമ്മുടെ ചെറുപ്പക്കാരായ യേശുവിന്റെ പ്രവർത്തകന്മാർ കഴിഞ്ഞ റമദാനിലെ മുഴുവൻ ദിവസങ്ങളിലും മഗ്രിബ് നമസ്കാരത്തിന്റെ തൊട്ടു മുമ്പിലായി കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട റോഡുകളിലും നോമ്പ് തുറക്കാൻ വേണ്ടി അവർ എത്ര യാത്രക്കാരെയാണ് അവർ സഹായിച്ചത്, എത്ര രോഗികളെയാണ് അവർ സഹായിച്ചത്. ഈ റമദാൻ മാസം എന്തെല്ലാം ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ കീശയിൽ നിന്ന് നമ്മൾ കൊടുത്തതിൻ്റെ ഫലമാണ്. ഇനിയും നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കണം. നാളെ റബ്ബിന്റെ കോടതിയിൽ നമുക്ക് വലിയ സമ്പാദ്യമായി അള്ളാഹു അതിനെ മാറ്റാൻ സാധിക്കണം. ഇന്ന് ഈ ഈദ്ഗാഹിൽ വെച്ച് ഈലാഫിന്റെ പ്രവർത്തനത്തിന് വേണ്ടി നമ്മളൊരു കലക്ഷൻ എടുക്കുന്നുണ്ട്. ഒരിക്കലും അത് നഷ്ടമാകില്ല. നമ്മൾ കാര്യമായി സംഭാവന ചെയ്യുക. എത്രയോ രോഗികളെ സഹായിക്കാൻ, എത്രയോ അപകട സ്ഥലങ്ങളിൽ അവർക്ക് സേവനം നിർവഹിക്കുവാൻ, അങ്ങനെ അനവധി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഈലാഫിന് വേണ്ടി നമ്മൾ കാര്യമായി സഹായിക്കണം. സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ അവസരത്തിൽ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത നമ്മുടെ കൂട്ടത്തിലുള്ള ചില ആൾക്കാരുണ്ട്. അവർ രോഗികളായ ആൾക്കാരാണ്. ഈ കസാരയിൽ ഇരിക്കുന്ന കുറെ പ്രായം ചെന്ന ആൾക്കാർ, അവർ നമ്മുടെ നാടിൻ്റെ അഭിമാനവും നമ്മുടെ നാടിൻ്റെ മുന്നിൽ നടന്ന കുറേ ചെറുപ്പക്കാരും യുവാക്കളുമായിരുന്നു. ഇപ്പം അവർ ഓടി തളർന്നു. മനസ്സ് ഒരിക്കലും
തളർന്നിട്ടില്ലാത്ത യുവാക്കളുടെ മനസ്സുമായി കാലിൻ്റെ മുട്ട് വളയാത്ത പല അസുഖങ്ങളും രോഗങ്ങളുമുള്ള പ്രായം ചെന്ന കുറേ ആൾക്കാർ, അള്ളാഹു അവർക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ, അള്ളാഹു അവർക്ക് ആരോഗ്യം നൽകുമാറാകട്ടെ. ഈ ഈദ്ഗാഹിൽ ഇവിടെ വരാൻ കഴിയാതെ ആശുപത്രികളിലും വീടിലും കഴിഞ്ഞുകൂടുന്ന നമ്മളൊക്കെ സഹോദരന്മാർ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പ്രത്യേകമായി നമ്മളോട് വസിയത്ത് ചെയ്ത കുറേ സഹോദരന്മാർ ആശുപത്രിയിലാണ് അവർ വീടുകളിലാണ് അവർ. അള്ളാഹുവേ, ഈ ഈദ്ഗാഹിൽ ഈ മൈതാനത്ത് വെച്ച് ഞങ്ങളുടെ കരം നിന്നിലേക്ക് ഉയർത്തുന്ന റബ്ബേ, ഞങ്ങളുടെ രോഗികളായ സഹോദരന്മാർക്ക് നീ ശിഫ നൽകുകയും അവർക്ക് നീ ആരോഗ്യം തിരിച്ചു നൽകുകയും അവർക്ക് നീ ആഫിയത്ത് നൽകുകയും ചെയ്യണമേ റഹ്മാനേ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ മരിച്ചുപോയ എത്രയോ സഹോദരങ്ങൾ ഈ നാട്ടിൽ ദീൻ കെട്ടിപ്പടുക്കുവാൻ ഈ പ്രസ്ഥാനത്തിന് വേര് നൽകുകയും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കഠിനമായി പരിശ്രമിക്കുകയും ചെയ്ത എത്രയോ നല്ല മനുഷ്യന്മാർ ഇന്ന് ഈ വളർച്ചയും ഈ സൗഭാഗ്യവും ഈ അനുഗ്രഹവും കാണാൻ ഭാഗ്യം കിട്ടാതെ നിന്റെ 6 അടി മണ്ണിനുള്ളിൽ ഖബറിലാണ് റബ്ബേ. അള്ളാഹുവേ, അവരുടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അവരെ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഉപ്പമാർ, ഉമ്മമാർ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ നേതാക്കൾ, പണ്ഡിതന്മാർ, അള്ളാഹുവെ, നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ അവരെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഈ സന്തോഷരഹിതമായ പെരുന്നാൾ ആഘോഷിക്കുവാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകിയ റബ്ബേ, നിനക്ക് ശുക്ർ ചെയ്യുവാൻ, കൂടുതൽ നിനക്ക് അനുഗ്രഹം ചെയ്യുവാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ നമസ്കാരങ്ങൾ, ഞങ്ങളുടെ നോമ്പുകൾ, ഞങ്ങളുടെ ഇബാദത്തുകൾ നീ ഖബൂൽ ചെയ്യുകയും ഞങ്ങളുടെ കിതാബിലും മീസാനിലും ഖബറിലും ഉപകാരം ചെയ്യുന്ന അമലുകളാക്കി, ഇബാദത്തുകളാക്കി ഞങ്ങളുടെ ഇബാദത്തുകളെ നീ മാറ്റണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾക്കിടയിൽ സ്നേഹവും സാഹോദര്യവും ഐക്യവും നീ ഊട്ടിയുറപ്പിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, വിശേഷിച്ച് ഗൾഫ് നാടുകളിൽ യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ഭയപ്പാടോടുകൂടി ജീവിക്കൊണ്ട് നിൽക്കുന്ന ഞങ്ങളെ സഹോദരങ്ങൾ, അള്ളാഹുവെ, അവർക്ക് നീ സമാധാനം നൽകുകയും ലോകത്തെ എല്ലാവർക്കും സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷവും എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും നീ നീക്കിക്കൊടുക്കുകയും ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്ന സഹോദരങ്ങൾ, അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, വളരെ നേരത്തെ 7 മണിക്ക് ഈ ഈദ്ഗാഹിൽ വരണമെന്ന് പറഞ്ഞിട്ട് 7 മണിക്ക് മുമ്പായിട്ട് തന്നെ വളരെ നേരത്തെ എത്തിപ്പെട്ട പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർ, ആ സഹോദരിമാർക്ക് 7 മണിക്ക് ഈദ്ഗാഹിൽ എത്തണമെങ്കിൽ വീട്ടിൽ എത്രമാത്രം പ്രയാസങ്ങളും എത്രമാത്രം ജോലികളും എത്രമാത്രം നേരത്തെ ഉണർന്നും എഴുന്നേറ്റിട്ടായിരിക്കും നമ്മുടെ സഹോദരിമാർ ഈ ഈദ്ഗാഹിൽ വന്നത് എന്ന് നമ്മൾ പ്രത്യേകം ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹു അവരുടെ അധ്വാനങ്ങൾക്ക്, അവരുടെ കഷ്ടപ്പാടുകൾക്ക്, അവരുടെ പ്രയാസങ്ങൾക്ക് അവരും ഇവരുടെ കൂടെ നിന്ന് നിങ്ങളും ഇതിൻ്റെ ഭാഗമാണെന്നും നിങ്ങളും ഇതിൽ പങ്കെടുക്കേണ്ടവരാണെന്നും സഹോദരിമാർ, മുസ്ലിം സ്ത്രീകൾ സമൂഹത്തിൻ്റെ നേർപകുതിയാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അവർക്ക് അള്ളാഹു അതിന് തക്കതായ പ്രതിഫലം നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദീനിൻ്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുവാൻ, ദീനിൻ്റെ മാർഗത്തിൽ സേവനം ചെയ്യുവാൻ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, അടുത്ത റമളാൻ ആഘോഷിക്കുവാനും അടുത്ത പെരുന്നാൾ ജീവിക്കുവാനും ഞങ്ങളെ കൂട്ടത്തിൽ എത്ര പേർക്ക് ഭാഗ്യം കിട്ടുമെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ റബ്ബേ. എവിടെ വെച്ച് എപ്പോൾ മരിച്ചാലും ഈമാനോടുകൂടി മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, പെരുന്നാളിൻ്റെ സന്തോഷം ഞങ്ങളിൽ നിറക്കുകയും പരസ്പരം കൈമാറുവാൻ, ഈദിൻ്റെ സന്ദേശം കൈമാറുവാൻ, എല്ലാവരുമായി ബന്ധം പുലർത്തുവാൻ നീ ഞങ്ങളുടെ മനസ്സിനെ തുറക്കുകയും ഞങ്ങളുടെ മനസ്സിനെ വിശാലമാക്കുകയും ചെയ്യണമേ റഹ്മാനെ. ربنا تقبل منا دعاءنا إنك أنت السميع العليم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.